രാവിലെ എണീറ്റ് കിടക്കും വരെ ജോലി ചെയ്ത് തളർന്നാലും എന്താ ജോലി എന്ന് മറ്റുള്ളവർ ചോദിച്ചാൽ ജോലി ഒന്നുമില്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണല്ലേ മിക്ക വീട്ടമ്മമാർക്കും. പക്ഷെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മുടെ മക്കൾക്കും കിട്ടിയവനും ബ്രേക്ക്ഫാസ്റ്റും അവർക്ക് കഴിക്കാനുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു വിട്ട് സന്തോഷത്തോടെ അവർ ജോലിക്കും മക്കൾ സ്കൂളിലേക്കൊക്കെ പോകുന്നത് കാണുമ്പോഴേ മനസ്സിനൊരു സന്തോഷമാണല്ലേ. എന്നാൽ ഈ ഒരു സന്തോഷം കിട്ടാനോ അടുക്കളയിൽ ഒരു യുദ്ധം തന്നെ നടത്തണം. എല്ലാം സമയമാകുമ്പോഴത്തേക്കും റെഡി ആവണ്ടേ. ഇന്ന് ലച്ചുവിന് ലീവാണ്, അവൾക്കിന്ന് സ്കൂളില്ല. അവൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ പണികളുടെ ആ ഒരു ടൈം ടേബിൾ തന്നെ തെറ്റി. അല്ലെങ്കിൽ രാവിലെ തന്നെ എല്ലാം കഴിയുന്നതാണ്, ഉച്ചയ്ക്കുള്ള ചോറ് വരെ ആവും. ഇന്നാണെങ്കിൽ അവൾക്ക് ചോറ് കൊണ്ടുപോകണ്ടല്ലോ, അവൾ ലീവാണല്ലോ എന്ന് കരുതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. കാരണം ഏട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരും. ലച്ചുവിനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ ഞാൻ. ഇന്നിനിപ്പോൾ ലച്ചുവിന് സ്കൂൾക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ പണികളും ലേറ്റായി. ഇനി കുക്കിങ്ങൊക്കെ തുടങ്ങണം. ഉച്ചയ്ക്കുള്ളതും രാത്രിക്കുള്ളതും എല്ലാം ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കണം. ആദ്യം ഞാൻ ഈ ക്ലീനിങ് ഒന്ന് കഴിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലോറൊന്നും തുടച്ചെടുക്കണില്ല, കാരണം ലച്ചു വീട്ടിലുള്ളതല്ലേ. അവൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ തുടയ്ക്കാറ്. അവൾ പുറത്ത് പോയിട്ട് വീണ്ടും അകത്ത് കയറും, അപ്പോൾ പൊടിയൊക്കെ വീണ്ടും വീണ്ടും കൂടുകയല്ലേ. അപ്പോൾ ഞാൻ എല്ലാം കൂടി രാത്രി അങ്ങ് തുടയ്ക്കാറാണ് ചെയ്യാറ്. ഇവിടെയാണെങ്കിൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായി കൊണ്ടിരിക്കുകയാണ്. കുടിക്കാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയായി മാറുകയാണ് ഇവിടെ. നല്ല ക്ഷാമമുണ്ട് വെള്ളത്തിന് ഇവിടെ. ഇന്നിനി കുറച്ച് തുണി സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്, അതുപോലെ കുറച്ച് വിറകെടുത്ത് വെക്കാനുണ്ട്. ആദ്യം ക്ലീനിങ്ങും കുക്കിങ്ങും അതങ്ങ് തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഇവിടുത്തെ ചൂട് സഹിക്കാവുന്നതിലും കൂടുതലാണെന്ന് എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നിപ്പോകും, അത്രയും ചൂടാണ്. ഈ ചൂട് സമയത്ത് അടുക്കള ജോലി നേരത്തെ അങ്ങ് കഴിയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇത്രയും ലേറ്റായ സ്ഥിതിക്ക്, കാരണം ഞാനിവിടെ മിക്കവാറും ദിവസങ്ങൾ അടുപ്പ് കത്തിച്ചിട്ട് തന്നെയാണ് ചോറുണ്ടാക്കാറ്. അപ്പോൾ ഈ ചൂടും അടുപ്പിലെ തീയിൻ്റെ ചൂടും എല്ലാം കൂടിയിട്ടാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ബുദ്ധിമുട്ടിനൊന്നും വക വയ്ക്കണില്ല, കാരണം എനിക്ക് കത്തിക്കാനുള്ള വിറക് അത്രയും പറമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാസ് അധികം ഉപയോഗിക്കാറില്ല, അടുപ്പ് തന്നെയാണ് അധികം ഉപയോഗിക്കുന്നത്. ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ട് കത്തിച്ചെടുക്കുക കേട്ടോ. ഇവിടെ പിന്നെ തീ പിടിച്ച് കിട്ടാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചില ആളുകളൊക്കെ പറയും പെട്ടെന്ന് തീ പിടിച്ച് കിട്ടില്ല അങ്ങനെയൊക്കെ. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല. ലച്ചുവിന് എക്സാം ആയതുകൊണ്ട് തന്നെ ലച്ചു ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇപ്പോൾ എല്ലാവർക്കും എക്സാം ആണല്ലോ, ഇനി 2 എക്സാമും കൂടെ ഉണ്ട്. അപ്പോൾ അവൾ അതിനുള്ള ഒരുക്കത്തിലാണ്. ഇനി ഉച്ചയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കുന്നത് കോവയ്ക്കയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഉപ്പേരികളിൽ ഒന്നാണ് കേട്ടോ കോവയ്ക്ക. എനിക്ക് എല്ലാ ഉപ്പേരികളും ഇഷ്ടമാണ്. എനിക്ക് കോവയ്ക്ക ഒരുപാട് ഇഷ്ടമാണ്. കോവയ്ക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കറിയൊന്നും എടുക്കാറില്ല, ഉപ്പേരി മാത്രം കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാറ്. പിന്നെ ഇവിടെ ഇത് വട്ടത്തിലും അരിയും നീളത്തിലും അരിയും. അപ്പോൾ ഇവിടെ നീളത്തിൽ എനിക്ക് എങ്ങനെ ആയാലും കുഴപ്പമില്ല, നീളത്തിലൊക്കെ അരിഞ്ഞിട്ട് ഞാൻ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കും. പക്ഷെ ഇവിടെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏട്ടനും മോൾക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. കാരണം ഒന്നുകൊണ്ടല്ല, അവരത് പറയും ഈ പുഴുവില്ലേ ഉണ്ടല്ലോ, പുഴുവിനെ പോലെ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാറില്ല, ഇതുപോലെ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കാറ് കേട്ടോ. ഇനി ഉപ്പേരിയിലേക്ക് വേണ്ട ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്, അതുപോലെ ഒരു ചെറിയൊരു സവാള ഉണ്ടായിരുന്നു, അതുകൂടെ എടുത്തു കേട്ടോ. സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം എടുത്തിട്ട് ഇനി അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ, കാരണം വെളിച്ചെണ്ണ ചൂടായി അത് കടുക് പൊട്ടിച്ചിട്ട് അതിൽ നമ്മൾ ഇത് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതൊക്കെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്നുകൂടെ വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്ക അതിലിട്ട് കൊടുക്കുക ചെയ്യുക. അങ്ങനെ തന്നെ ഉപ്പേരി ഇവിടെ വയ്ക്കാറ് കേട്ടോ. ഇവിടെ ലച്ചുവിന് അങ്ങനെ എല്ലാ ഉപ്പേരികളൊന്നും ഇഷ്ടമല്ല. ലച്ചുവിൻ്റെ ഇഷ്ടങ്ങളേ വേറെയാണ്. അവൾ ചില തരം ഉപ്പേരികൾ മാത്രം കഴിക്കുള്ളൂ, എല്ലാം അവൾ കഴിക്കാറില്ല. ഇതിനി ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അറിയില്ല, കാരണം അവൾക്ക് ഓരോരോ ടൈമിൽ ഓരോരോ ഇഷ്ടങ്ങളാണ്. അപ്പം ഇനി എന്തായാലും ഉപ്പേരി ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക്.
ഈ ഉപ്പേരിയിൽ വെള്ളം ചേർക്കാറില്ല കേട്ടോ. ചെറുതീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ്. നമ്മുടെ ഉപ്പേരി റെഡിയായി. ഇതിനൊപ്പം തന്നെ നമ്മുടെ ചോറ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ലച്ചുവിന് എക്സാം ആണെന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചോറായി. അപ്പോൾ ചോറായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടുപ്പിൽ കറിയും കൂടെ വെച്ചു കേട്ടോ. നല്ല കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറി അവിടെ തന്നെ വെച്ചു, അടുപ്പിൽ തന്നെ വെച്ചു. നമ്മുടെ കറി ഇന്ന് മീൻ കറിയാണ്. ചൂര എന്ന് പറഞ്ഞ മീനാണ്. ഞങ്ങളുടെ നാട്ടിൽ കുടുത എന്ന് പറയും. ചൂരക്കറിയാണ് കേട്ടോ ഇന്ന്. നമ്മുടെ ചോറായി, കറി അടുപ്പത്തുണ്ട്, ഉപ്പേരിയായി, പിന്നെ പപ്പടവും മീൻ വറുത്തതും. ഇതാണെന്ന് ഉച്ചയ്ക്കുള്ളത്. ഇത് തന്നെയാണ് രാത്രിയും നമ്മൾ കഴിക്കുന്നത്. രാത്രിക്ക് ഇനി വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അത്രയും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. നമ്മുടെ അടുക്കള വൃത്തിയായി എന്ന് തോന്നണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രമാണ് നമ്മുടെ അടുക്കള ഒന്ന് ക്ലീനായി കാണുള്ളൂ. അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അടുക്കളയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് പാത്രം കഴുകുക എന്നുള്ളത്. പക്ഷേ നമ്മളത് കഴുകി നമ്മൾ വൃത്തിയാക്കി എടുത്താലല്ലേ ശരിയാവുള്ളൂ. നമ്മുടെ അടുക്കള വൃത്തിയായെന്ന് തോന്നണമെങ്കിൽ പാത്രം കഴുകിയെടുക്കുക തന്നെ വേണം. അതിന് നമുക്കിനി അതും കൂടെ ഒന്ന് വേഗം കഴുകിയെടുക്കാം. പാത്രം കഴുകലും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് അടുക്കള ക്ലീനായിട്ടോ. ഇനി അടുക്കളയിൽ എനിക്ക് പണിയൊന്നുമില്ല. ഇനി ഭക്ഷണം കഴിക്കാറായിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക. ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാറാകുമ്പോൾ ഏട്ടൻ വന്നിട്ടാണ് കഴിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ആ കഴിച്ച് കഴിഞ്ഞ പാത്രം കൂടെ ഒന്ന് കഴുകി വയ്ക്കുക. ഞാൻ പറഞ്ഞാലേ എനിക്ക് കുറച്ച് തുണി സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ലച്ചുവിന് ഞാൻ ഈയിടെയായിട്ടൊരു വീഡിയോയിൽ കണ്ടതാണ്. നമ്മൾ എളുപ്പമായിട്ടൊരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ലച്ചുവിന് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ പെരുന്നാളൊക്കെ വരികയാണല്ലോ. ഇപ്പം നോമ്പ് പെരുന്നാളായിട്ടില്ല, പക്ഷേ അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മാക്സിയൊക്കെ തയ്ച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ആ മാക്സികളൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ലച്ചുവിനുള്ള ഈ പാൻറ്റൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ വിചാരിച്ചു. പിന്നെ മാക്സി ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്, അതും കൂടെ ഒന്ന് ചെയ്യണം. ഉച്ചയ്ക്ക് ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഏട്ടൻ പോയപ്പോൾ ഞാനും ലച്ചും കൂടെ ഒന്ന് കിടന്ന് ഉറങ്ങി. ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. വെയിലൊക്കെ ആറി വൈകുന്നേരമായി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് വിറക് എടുത്ത് വയ്ക്കാനുണ്ട് എന്നുള്ളത്. ഇനി ആ വിറകും കൂടെ ഒന്ന് എടുത്ത് വയ്ക്കണം. ഇത് നമ്മുടെ പഴയ വീടാണ് കേട്ടോ. തറവാട് എന്ന് പറയാം. കാരണം ഒരുപാട് ആളുകൾ ജനിച്ച് വളർന്ന് ഇവിടുന്ന് കല്യാണമൊക്കെ കഴിച്ചു പോയി, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിച്ചൊരു വീടാണ് കേട്ടോ. ഇപ്പോൾ അവിടെ ആരുമില്ല. വീട് നാശമായിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ഇത് നാശമായി. ഏട്ടന് ഇവിടെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം എത്രയായാലും അവരുടെ വീടല്ലേ, അവർ ജനിച്ച് വളർന്ന വീട്. ഒരുപാട് ഏട്ടനും ചേച്ചിമാരും അനിയത്തിമാരും അനിയനും അമ്മയും അച്ഛനും എല്ലാവരും കൂടി ജീവിച്ച ഒരു വീടല്ലേ. അപ്പോൾ ആ വീടിങ്ങനെ നശിച്ച് കാണുമ്പോൾ ആർക്കാണെങ്കിലും സങ്കടം ഉണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാം കൂടി നോക്കി എത്തില്ലല്ലോ. അപ്പോൾ ഇവിടെയാണ്, ഇപ്പോൾ ആ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്, ഉമ്മറത്താണ് ഞാനിപ്പോൾ വിറകൊക്കെ കൊണ്ടുപോയി വെക്കാറ്. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന പട്ടയും ഓലയും അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴക്കാറുണ്ട്. അപ്പോൾ ഞാൻ വേഗം മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും വിറകൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ മടലും ഓലയും അങ്ങനത്തൊക്കെ ഒന്ന് ചീന്തിയെടുക്കണം, അതൊന്ന് കൊണ്ടുപോയി ഇടണം. കണ്ണ് പോയാലേ കണ്ണിൻ്റെ കാഴ്ച അറിയൂ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അതൊരുപാട് ശരിയാണ് കേട്ടോ. പണ്ട് ഏട്ടൻ്റെ അമ്മ ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ വിറകിൻ്റെ പണി, അതുപോലെ ചൂലുണ്ടാക്കുക, അങ്ങനെ കുറേ പണികളൊക്കെ അമ്മയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അമ്മ അന്ന് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാനടക്കം ഏടത്തിയമ്മമാരും എല്ലാവരും അമ്മേനെ വഴക്ക് പറയും. അത് അമ്മയോടുള്ള ദേഷ്യം കൊണ്ടല്ല, കാരണം അമ്മ അത്രയും പ്രായമായിട്ട് ഈ പണികളൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെയായിരുന്നു ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ അമ്മയ്ക്ക് അതെല്ലാം ചെയ്യണത് ഇഷ്ടമായിരുന്നു. കാരണം അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും, അവർക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെ ചെയ്തിരുന്ന കുറേ കാര്യങ്ങളായിരുന്നു. പക്ഷേ അന്നൊന്നും ഇതിൻ്റെ ബുദ്ധിമുട്ടും സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഈ പണികളൊക്കെ അമ്മ ചെയ്യുന്നതുകൊണ്ട് തന്നെ അടുപ്പിൻ്റെ അവിടേക്ക് വിറകെത്തും, ഒന്നും ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം അമ്മ ഇല്ല, അമ്മ പോയി, അമ്മ എല്ലാവരെയും വിട്ടു പോയി. പിന്നെ ഇപ്പോൾ ഈ പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അന്ന് അമ്മേനെ വഴക്ക് പറയുകയാണെങ്കിലും അമ്മ എല്ലാ പണികളും
അമ്മ ചെയ്തു തന്നിരുന്നു. അത് അവരുടെ ഒരു ഹോബിയായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ പ്രായമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ അവരുടെ ഒരിഷ്ടങ്ങളാണത്. അത് അവർക്ക് ആവുന്ന അത്രയും കാലം അവർ ചെയ്തോട്ടെ. ആരും ഒന്നും പറയൊന്നും ചെയ്യണ്ട കേട്ടോ. അവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് കേൾക്കാനൊന്നും നിൽക്കില്ല. അവരങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും പറയണ്ട അവരെന്നെ. അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാലം അവരത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. മടൽ വെട്ടി അതെല്ലാം ഒതുക്കി വെച്ചു കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ ചെതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനൊപ്പം കൊണ്ടുപോയി വെച്ചില്ല. അതൊക്കെ വേഗം കത്തിച്ച് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഉള്ളത് പോലും ചെതൽ വന്ന് നാശമായിട്ട് പോകും. പിന്നെ നമ്മുടെ വീടിൻ്റെ മേലേക്ക്, അതായത് നമ്മുടെ പഴയ വീടിൻ്റെ മേലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ലക്ഷ്മി തരുവിൻ്റെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിറകിലൊക്കെ വേഗം തീ പിടിച്ച് കിട്ടാനൊക്കെ വളരെ എളുപ്പമാട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വിറകൊക്കെ കൊത്തി വെച്ചിട്ടാണ്. മഴ അങ്ങനെ നിൽക്കണ കാരണം ഒരു പേടി. മഴ അഥവാ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വിറകും നനയും. ഇതിപ്പോൾ ഞാൻ വിയർത്ത് നിൽക്കുകയാണ്. ഇനി ഒന്ന് മേല് കഴുകുകയല്ല, കുളിക്കുക, എന്നിട്ട് വിളക്ക് വയ്ക്കുക, അത്രയൊക്കെയാണ് ഉള്ളത്. ഇനി അടുത്ത ദിവസം ചേട്ടൻ പറഞ്ഞു ഞാൻ അതൊക്കെ അടിച്ചു വാരിയിട്ട് കത്തിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, ഒറ്റയ്ക്ക് ഇപ്പം അങ്ങനെ വെയിലുള്ളതല്ലേ, അപ്പോൾ തീ പടർന്നാൽ അപ്പോൾ എന്നോട് കത്തിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡ്യൂട്ടി ഏട്ടനുള്ളതാണ്. ഇനി എന്താ പറയുക, കുളിക്കുക, പണികളൊക്കെ കഴിഞ്ഞു. ബാക്കി പണിയൊക്കെ നാളെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ.